നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെ ലാൽ സലാം പരിപാടി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള PR പരിപാടിയോ, മലയാളത്തിൻ്റെ മഹാനടനോടുള്ള നാടിൻ്റെ ആദരവോ? ആദരവെന്ന് സർക്കാരും ഭരണപക്ഷവും പറയുമ്പോൾ വോട്ട് ലക്ഷ്യമിട്ടുള്ള PR പരിപാടി മാത്രമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ലാൽ സലാം എന്ന പേര് നൽകിയത് തന്നെ രാഷ്ട്രീയം ലക്ഷ്യവെച്ചാണെന്ന് പ്രതിപക്ഷം കണ്ടെത്തുന്നു. മോഹൻലാലിന് സലാം നൽകുന്നതിൽ എന്തിനാണ് ഇങ്ങനെയൊരു വ്യാഖ്യാനം എന്ന ചോദ്യമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ അത്യുന്നതമായ പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാൽ ലഭിക്കുമ്പോൾ ആ വലിയ സന്തോഷത്തിൽ പങ്കുചേരുകയും അദ്ദേഹത്തെ ഔദ്യോഗികമായി അഭിനന്ദിക്കുകയും ചെയ്യുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? സംഭവം PR ഒക്കെ തന്നെ, പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ട് വിവാദമാക്കാനില്ലെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പ്രതികരണം. ഏത് പരിപാടി ഏതു സർക്കാർ നടപ്പാക്കിയാലും അതിൽ വോട്ട് ലക്ഷ്യം കൂടി ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം. അതിന് റോഡ് നന്നാക്കലായാലും കെട്ടിടം പണിയലായാലും സഹായ വിതരണമായാലും അത് സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പ് വിജയം കൂടി ലക്ഷ്യമിട്ടാവും നടപ്പാക്കുക. അതിന് ഏതു സർക്കാരായാലും വലിയ വ്യത്യാസം കാണുകയുമില്ല. അപൂർവം ചില പരിപാടികൾ മാത്രമാവും സാധാരണ സർക്കാരുകൾ വോട്ട് ലക്ഷ്യമേ ഇല്ലാതെ നടപ്പാവുക. വോട്ട് ലക്ഷ്യമിട്ടായാലും അല്ലെങ്കിലും മോഹൻലാലിനെ ഈ സമയത്ത് ആദരിച്ചില്ലെങ്കിൽ അതല്ലേ വിവാദമാകേണ്ടത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ലാൽ സലാം PR പരിപാടിയോ? പ്രേക്ഷകർക്കും ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന് മാധ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷം ആരോപിക്കും പോലെ ഈ ലാൽ സലാം എന്ന് പറയുന്ന പരിപാടി, മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ നടപ്പാക്കിയ സർക്കാരിൻ്റെ പരിപാടി, അതൊരു PR എക്സർസൈസ് ആയിരുന്നു? സാറേ, സിനിമാ മേഖലയിലുള്ള പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന് മുമ്പേ അർഹനായ ഒരു മഹാവ്യക്തിയാണ് മോഹൻലാൽ. ഏത് ക്യാരക്ടർ കൊടുത്താൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടത്തും. പക്ഷെങ്കിൽ ഏത് ഗവൺമെന്റിന്റെയും അതായത് അവര് നൽകേണ്ട ഒരു ഉത്തരവാദിത്തമാണ് അവര് നൽകിയത്. പക്ഷെ അത് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോ വേറെ രീതിയിൽ വരിക. അത് ഞാനതൊന്നും പറയുന്നില്ല. അത് പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തുമല്ല അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ മോഹൻലാലിന് അത് ലഭിച്ചത് ഏറ്റവും ഞാനൊരു കലാകാരനാണ്. 74 വയസ്സുണ്ടെങ്കിൽ ഞാൻ ഗാനമേളയിൽ ഫീൽഡിൽ 70 കൊല്ലം പല എബ്രോഡിലും ഫോറിൻ കൺട്രീസിലും അതർ സ്റ്റേറ്റിലും എല്ലാം പ്രോഗ്രാം അവതരിപ്പിച്ച ആൾ തന്നെയാണ്. ഞാനൊരു കലാകാരൻ. പക്ഷെ അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ടതാണ്. അത് 100/100 ഞാൻ പറയുന്നു. ബാക്കി ഞാൻ അത് അത്ര വ്യക്തമാണ്. ശ്രീ ദിവാകരൻ, ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കളുടെ ആലപ്പുഴയുടെ MPയും AICCയുടെ ജനറൽ സെക്രട്ടറിയും ഒക്കെയായ KC വേണുഗോപാൽ അടക്കം പറയുന്നത് ഇത് PR പരിപാടിയൊക്കെയാണ്, പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ട് ഞങ്ങൾ വിവാദമാക്കുന്നില്ല എന്നാണ്. മോഹൻലാലിനെ പോലെ ഒരാളിന് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ആദരവ് നൽകേണ്ടതല്ലേ? തീർച്ചയായും നൽകേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിന് അത് അർഹനാണ്. ആ ആദരവ് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇവരുടെ കയ്യിൽ നിന്നും വന്ന പാലിച്ചെന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു രീതിയായിപ്പോയി. ലാൽ സലാം, അതാണ് ഈ വന്നേക്കുന്ന ഒരു കുഴപ്പം എന്ന് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പയ്യനുണ്ടായിരുന്നു, അതിനെ അങ്ങ് മറന്നുപോയി സർക്കാർ. നമ്മുടെ സഞ്ജു സാംസൺ ഏഷ്യ കപ്പ് കളിച്ച് വിജയിച്ച ഒരു ആളാണ്. കേരളത്തിലെ ഏക ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ എന്നത്. അദ്ദേഹത്തിനെ കൂടെ ഒന്ന് ആദരിക്കുകയോ അദ്ദേഹത്തിന് ഒരു പാരിതോഷം കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അത് തെറ്റായി പോയി. അപ്പോൾ താങ്കൾ പറയുന്നത് ഇത് സർക്കാർ ഇങ്ങനെ ഒരു അവാർഡ്, ഒരു പുരസ്കാരം നൽകിയതിൽ രാഷ്ട്രീയ ലക്ഷ്യം കൂടെ ഉണ്ടെന്നാണോ അതോ ഇല്ലെന്നോ? ലാൽ സലാം എന്നുള്ളതാണ് തെറ്റ്. ലാൽ സലാം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ അഭിനയത്തിന്റെ 30 വർഷമായപ്പോൾ പ്രധാനപ്പെട്ട ഒരു മാധ്യമം തന്നെ ഇട്ട അവരുടെ പരിപാടിയുടെ പേര് ലാൽ സലാം എന്നായിരുന്നു. ലാൽ സലാം മോഹൻലാലിന്റെ ഒരു സിനിമയാണ്. അതൊക്കെ പറയുമ്പോൾ ലാലിന് ഒരു സലാം കൊടുക്കുന്നു എന്ന് പറയുന്നത്, ഒരു ലാൽ സലാം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ഒരു പദമായിട്ടൊക്കെ ചുരുക്കേണ്ടതുണ്ടോ? അതെ, അങ്ങനെ എടുക്കാൻ ഒക്കത്തുള്ളൂ. ലാൽ സലാം എന്ന് പറയുന്നത് അവരുടേതാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതിയാണ്. അത് സഖാവിന് കൊടുക്കുന്ന ഒരു പേരാണ് ലാൽ സലാം. ശരി, ഓക്കെ. എന്തായാലും ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
എനിക്ക് ഈ വിഷയത്തിൽ നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ആ വിഷയത്തിൽ അല്പം പറയാണ്ട് അത് പറയാൻ പുറപ്പെടുകയാണ്. ലാൽ സലാം കൊടുത്തതിനാണ് ഇപ്പൊ മുൻ പറഞ്ഞ ആൾക്ക് വലിയൊരു സന്തോഷക്കുറവ്. അത് ഒരു പരിപാടി നടത്തിയത് ഈ സർക്കാരിനെ സംബന്ധിച്ചു അവിടെ മോഹൻലാൽ സാറ് പ്രസംഗിച്ചതും പിണറായി സാറ് പ്രസംഗിച്ചതും വേറുള്ളതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സാറും. പിന്നെ ഇതിന് ഈ മുമ്പൊരു ബസ്സൊക്കെ വെച്ചാണ്ട് പോലെ ഒരു പരിപാടി നടത്തിയില്ല കുറെ മുമ്പ്, അത് മുഖ്യമന്ത്രിയും പാർട്ടിയൊക്കെ പാടെ. അപ്പൊ അതേപോലെ ഇതും ഒരു പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ വി.ഡി. സതീശൻ സാറൊന്നും വരാത്തത്, ഓലത് ബഹിഷ്കരിച്ചത്. എന്നാ ഒരു കാര്യം കേൾക്കണം നിങ്ങള്, ഇവരൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് ആ ശ്രീ മുഹമ്മദ്, നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രതിപക്ഷ നേതാവിന് താങ്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമല്ലോ എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തല്ലാതെ അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രധാനപ്പെട്ട റോൾ കൊടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് പങ്കെടുക്കുക. അപ്പം പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള മട്ടിൽ എന്നാൽ വിളിച്ചു എന്ന് ചോദിച്ചാൽ വിളിച്ചു എന്ന് പറയാനൊരു വിളിയെ ക്ഷണമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓ അത് ഞാൻ അറിയില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറേ, പൊന്നാരി സാറേ, ഞാൻ അറിയില്ല. അവിടെ അധ്യക്ഷനാകാനോ അല്ലെങ്കിൽ വേറുള്ളതിനോ കൊടുക്കാനോ ഒക്കെ ആയിട്ട് ഉണ്ടാവും, എന്നാലും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നടങ്കം കോൺഗ്രസ്സുകാരെ ബഹിഷ്കരിച്ചു UDF-കാര്. അത് വലിയൊരു മോശമാണ്. അവർക്ക് മോഹൻലാൽ പറഞ്ഞാൽ ആരാ? ഞാനൊക്കെ എനിക്ക് അയാളോടൊക്കെ എന്തോ ഒരു സ്നേഹങ്ങൾ മോഹൻലാലിനോട്, കാരണം അത്രയും ഭയങ്കര ഒരു നടനാണ്. അപ്പൊ ആ നടന ആദരിച്ച അവരുടെ കൂടെ ജനത്തിനെ കണ്ടില്ലേ സാറേ നിങ്ങള്? അത് മനസ്സിലാക്കണ്ടേ? അവർക്ക് പോയി എന്നല്ലാതെ എന്താ, അവർക്ക് തന്നെ പോയത്. അവര് അങ്ങോട്ട് ഒരു മോഹൻലാലിനെ തക്കരിച്ചാലും വേറെ ഒന്നും നടക്കും. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് സർക്കാരിന്റെ ഒരു PR പരിപാടിയാണോ, അതോ മോഹൻലാലിനെ പോലെ ഒരു നടൻ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം നേടുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം കൂടിയാണല്ലേ? ശരിയാണ്, ആദരിക്കണം. പിന്നെ ഈ വി.ഡി. സതീശന് കാശുകാട് പോലെ അവര് എത്ര കിടന്ന് എപ്പോഴും ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, നമ്മുടെ മലയാളികൾ നടനില്ല. അപ്പൊ കേരളം ചെയ്യരുത്. പിന്നെ മോഹൻലാൽ MG കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഇതൊന്നും ഈ വി.ഡി. സതീശനും എല്ലാം പഠിക്കാൻ പറയാം. ഏകദേശം വന്ന് എതിർത്താൽ മതി. ആവശ്യമില്ലാതെ ഈ വി.ഡി. സതീശനും തോന്നുന്നു. ശ്രീ സുരാജാണ്, അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരാജ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് ഒരു PR പരിപാടിയായിട്ടാണോ താങ്കൾ കാണുന്നത്, അതോ ഇത് സർക്കാർ നടപ്പാക്കേണ്ട ഒരു പരിപാടിയായിട്ടാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും എല്ലാ രീതിയിലുള്ള ആളുകൾ കാണുന്നതാണ്. അദ്ദേഹം ഒരു മെഗാസ്റ്റാർ ആണ്. അതുപോലെ ആ ഒരു പ്രോഗ്രാമിൽ സത്യം പറഞ്ഞാൽ അതിലെ എല്ലാ രാഷ്ട്രീയപ്പെട്ട ആൾക്കാരെയും അതിനെ ഉൾപ്പെടുത്തുന്നതായിരുന്നു. കാരണം അദ്ദേഹത്തെ ഒരു കലാകാരനെ ആദരിക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള, മാത്രമല്ല ആ പേര് തന്നെ ഒരു ശരിയായ നടപടി. നേരത്തെ മുമ്പിൽ ചേട്ടന്മാരെ പറഞ്ഞ പോലെ ഒരു പേര് ഒരു ശരിയായിരുന്നത്, ലാൽ സലാം എന്നുള്ള പേര് അത് വേണ്ടായിരുന്നു. വേറൊരു നടനെ വിസ്മയെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ഒരു പേര് മതിയായിരുന്നു. അപ്പൊ അതായിരുന്നു മെയിനായിട്ടൊരു സംഭവം വന്നത്. പിന്നെ അതിൽപ്പെട്ട സഞ്ജു സാംസൺ ആയാലും മറ്റുള്ള ഒരുപാട്, മോഹൻലാലും മാത്രമല്ല ഒരുപാട് ഇതുപോലെ നല്ല നല്ല അവാർഡുകൾ വാങ്ങിക്കുന്നവരോട് വേണം, അവരെ ഇതുപോലെ ആദരിക്കണം എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതിനകത്ത് രാഷ്ട്രീയം ഒരു ചെറിയൊരു ഇതുണ്ട്, 100% അതിനകത്തുണ്ട്. കാരണം ആ ഒരു പേരിട്ടതും അതുപോലെ ആ വേദിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റുള്ള എല്ലാ സമസ്ത രാഷ്ട്രീയ ആളുകളും ഉണ്ടായിരിക്കണമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കാണി അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഒരുപാട് ജനങ്ങളാണ് അദ്ദേഹത്തിനെ പറ്റിയ ആരാധകരുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം. കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മോഹൻലാലിനെ പോലൊരു നടന് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംസ്ഥാന സർക്കാർ നടത്തുന്നു. അതൊരു PR എക്സസൈസ് ആണ്, പക്ഷെ അത് വിവാദമാക്കാനില്ല എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്. പക്ഷെ അവിടെ പ്രതിപക്ഷ നേതാവിന് അടക്കം അർഹതപ്പെട്ട ഒരു സീറ്റ് നൽകി അദ്ദേഹത്തിനെ ആ മട്ടിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ള ഒരു വിഷയം കൂടി അവിടെ നിൽക്കുന്നു. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരണ്, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ഈ വിഷയത്തിൽ വളരെ ചുരുക്കി ഒറ്റ സെന്റൻസ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ശരി. ഈ ഒരു ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് ക്ലിയർലി ഇതൊരു അവരുടെ സർക്കാരിന്റെ ഒരു ഇമേജ് മെച്ചപ്പെടുത്താനും മാധ്യമ ശ്രദ്ധ നേടുക എന്നുള്ള രണ്ടേ ലക്ഷ്യം മാത്രമേ ഈ പരിപാടിക്കുള്ളായിരുന്നു. വേറെ ഒന്നുമില്ലായിരുന്നു. മാധ്യമ ശ്രദ്ധ നേടുക, ജനസമ്പർക്ക പരിപാടി നടത്തുക, വേറെ ഒന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇത്ര തിരക്കിട്ട് നടത്തേണ്ട ആവശ്യം എന്തുവാ? സമയം നമുക്ക് ഇഷ്ടം പോലെ ഇല്ലായിരുന്നു. നമ്മളെ ആരും ചെങ്ങി ചാടി പോകുന്നവരല്ലായിരുന്നല്ലോ. എല്ലാ പ്രതിപക്ഷ ആൾക്കാരെയും വിളിച്ച് ഇത് കുറെ സിനിമാ നടന്മാരും നടികളെയും ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ, ഇതിനകത്ത് ഒരു ക്വാളിറ്റി മാത്രം നമ്മൾ CM ചെയ്തു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് ജഗദീഷ് ശ്രീകുമാറിന് ഒരു കൈ കൊടുത്തു. അത് മാത്രമേ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുള്ളൂ.
ബാക്കി എനിക്ക് മൊത്തത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ കണ്ടെടുത്തോളം ഇത് അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഇതൊരു പി ആർ പരിപാടി, മാത്യു, അത് മുഖ്യമന്ത്രി പങ്കെടുത്തു. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ മുമ്പ് ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്രകാരൻ പങ്കെടുത്തു. മന്ത്രിമാരൊക്കെ തന്നെ, മന്ത്രിമാരുടെ നീണ്ട നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ ഒരു സാന്നിധ്യമില്ലേ? അതല്ല സാന്നിധ്യം. അടൂർ ഗോപാലകൃഷ്ണൻ, ഞാൻ അടൂർ സ്വീകരണം കൊടുത്ത പാർട്ടി, ഞാൻ ഈ ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ സ്വീകരണം കൊടുത്തതിന്റെ അകത്ത് ഒരു സാധക കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഞാൻ. എന്ന് പറഞ്ഞിട്ട് കാര്യം അദ്ദേഹം പരാതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ കാലത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വലിയ ജനകീയമായ സ്വീകരണം ഒന്നും ലഭിച്ചില്ല എന്നുള്ള പരാതി കിരൺ അറിയാമല്ലോ. അടൂർ ആർഡിഒ അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ സ്വീകരണം അന്ന് അടൂർ ഗോപാലകൃഷ്ണന് കൊടുത്തത്. ഇതെന്തോ ഇത്ര വലിയ സംഭവമാക്കി കൊടുക്കണമായിരുന്നെങ്കിൽ നമുക്ക് ഇനി സമയം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ കുറച്ച് ആൾക്കാരും കുറച്ച് സിനിമാ നടന്മാരും അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. മാധ്യമ ശ്രദ്ധ എങ്ങനെ പിടിച്ചു പറ്റാം, അടുത്ത ഇലക്ഷനിൽ എങ്ങനെ ഇത് എങ്ങനെയെങ്കിലും വിറ്റ് വോട്ടാക്കാന്നുള്ള മാത്രം ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. ഒരു സംശയം വേണ്ട. ക്ലിയർലി ഞാൻ പറയുക കിരണേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു യോജിച്ച ഒരു പരിപാടിയായിരുന്നു അതോ ഒരു PR എക്സർസൈസ് ആയിരുന്നു? നമസ്കാരമുണ്ട്, പറയൂ. പറയാനാണെങ്കിൽ സർക്കാർ അത്ര ഒരു അവാർഡ് നേടിയ ഒരു മനുഷ്യനെ നമ്മളൊരു നല്ലൊരു കലാകാരനെ ആദരിച്ചതിൽ ഒരു തെറ്റുമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞത് ഇപ്പൊ എന്ത് വന്നാലും എതിർക്കാവുന്നൊരു സമീപനം അവർക്കുണ്ടല്ലോ. ഇത് അവർക്കും ആകുമല്ലോ വേണമെങ്കിൽ. അവരും ഈ രാജ്യത്തൊരു പ്രതിപക്ഷമല്ലേ, അവർക്കും വേണമെങ്കിൽ ആദരിക്കാമല്ലോ. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഇത് തന്നെയാണല്ലോ അയ്യപ്പ സംഗമത്തിലും കണ്ടത്. ഇത് വിളിച്ചിട്ട് പോലും വരാതെ മാറിയെന്ന് വിമർശിച്ചവരാണ് ഇവർ. അവരെല്ലാത്തിനും എതിർക്കുകയാണ്. കാരണം ഭരണമില്ലാത്തതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. ഇതൊരു PR വർക്കാണെന്ന് പറയുന്നത് എന്താ, അങ്ങനൊരു ഇത് കൊടുക്കേണ്ടതല്ലേ? അത്രയും നല്ലൊരു നടത്തി എല്ലാവർക്കും കൊടുക്കണ്ട. ഇത് ഇങ്ങനെയുള്ള ഒരു അവാർഡ് കിട്ടുന്ന ആൾക്കാർ പ്രത്യേകിച്ച് കൊടുക്കണ്ടേ? അതൊരു തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മലയാളത്തിൻ്റെ ഒരു നടന വിസ്മയം എന്നൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി കാണുന്ന നമ്മുടെ ഒരു അഭിമാനമായ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പോലെ ഇന്ത്യൻ സിനിമയിലെ പരമോന്നതമായ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കേരള സർക്കാർ ഒരു ആദരം നൽകിയില്ലെങ്കിലാണ് അത് വിവാദമാക്കേണ്ടത്. അപ്പോൾ അതിനെ പ്രതിപക്ഷം ഈ തരത്തിലേക്ക് വിമർശിക്കുന്നത് ശരിയാണോ? അല്ല, നമസ്കാരം കിരൺ. നമസ്കാരം. ഒരു PR വർക്ക് തന്നെയാണ് അവിടെ നടന്നത്. ഈ ഇങ്ങനെ ബാബാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയ മോഹൻലാലിനെ ഒന്ന് തരം താഴ്ത്തിയോ എന്ന് കേരളത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റ് അതിനകത്ത് ഒരു പാർട്ടി പരിപാടി കണക്ക് തന്നെയാണ് കണ്ടത്. അതിനകത്ത് പ്രതിപക്ഷ നിരയിലോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന, അത് രാഷ്ട്രീയമേതോ ആവട്ടെ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടികളിൽ നിന്നും അവരുടെ ആരെയോ ഒന്നും കണ്ടില്ല. ഇത് വെറും അവരുടെ ഒരു ലോക്കൽ കമ്മിറ്റി പരിപാടി നടത്തുന്നത് കണക്കായി പോയി. മോഹൻലാലിന്റെ ഫോട്ടോ ഫ്ലെക്സിൽ വളരെ ചെറുതായിട്ട് ഒരു സഹനടനെ പോലെയാണ് അതിനകത്തും അടിച്ചു വെച്ചത്. ഉദ്ഘാടകന്റെ ഫോട്ടോ വേണം, അത് വേണ്ടെന്നും പറഞ്ഞില്ല. പക്ഷെ രണ്ടും ഒരുപോലെ കൊടുക്കണമായിരുന്നു. കാരണം മോഹൻലാലിനെ വിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ സ്വത്താണ്, കേരളത്തിന്റെ മുത്താണ് മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരുപറ്റം ആളുകള് കളിയാക്കി വിട്ടു എന്നുള്ളതല്ലാതെ PR വർക്ക് നടത്തി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഇതിനകത്തൊരു പ്രതിപക്ഷം മീൻസ് നമ്മളുടെ പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ തിരുവനന്തപുരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരുണ്ട്. അവരെ ഒന്നും വിളിക്കാതെ മലയാള സിനിമയിലെ എണ്ണപ്പെട്ട ആളുകളെ മാത്രം വിളിച്ചാണ് നടത്തിയത്. ഇത് മുഖ്യമന്ത്രിക്ക് ഒന്നും കൂടി ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ഒരു PR വർക്ക്. മോഹൻലാലിനെ കളിയാക്കിയത് തന്നെയാണ്. ഇതെങ്ങനെയാണ് മോഹൻലാലിനെ കളിയാക്കിയതാണ് എന്ന് പറയുന്നത്? കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണത്തിന്റെ തലവൻ കേരള മുഖ്യമന്ത്രിയും കേരളത്തിലെ 4-5 മന്ത്രിമാരും ഒക്കെ പങ്കെടുത്ത ഒരു വലിയ പ്രൗഢഗംഭീരമായ ചടങ്ങ്, ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത നല്ല ചടങ്ങ്, എല്ലാം കൊണ്ടും ആ തരത്തിൽ ആളുകളൊക്കെ സാധാരണഗതിയിലൊക്കെ ചടങ്ങിനെ കുറിച്ച് പ്രൗഢഗംഭീരം എന്നൊക്കെ പറയുമ്പോഴും അതല്ല, അത് അതിൻ്റെതായ അർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ഒരു ചടങ്ങ്. അത്തരമൊരു ചടങ്ങിൽ നടത്തിയതിന് അത് മോഹൻലാലിനെ കളിയാക്കിയതാണ്, സഹനടനാക്കിയതാണ് എന്നൊക്കെയാണ് എങ്ങനെയാണ് താങ്കൾ പറയുക? അല്ലല്ല, പിന്നെ കിരൺ ഒന്നും വേണ്ട, ഞങ്ങൾ ആരും പറഞ്ഞതല്ല. ആദ്യം കിരണേ പറഞ്ഞോളൂ. ഞങ്ങൾ ആരും അല്ല ആദ്യം പറയും. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ തന്നെ അവിടെ നിന്ന് അന്നത്തെ ദിവസം വൈകിട്ട് ആ പരിപാടി റിപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന ബാനർ നോക്ക്, ഫ്ലെക്സ് നോക്ക്, അതിൽ മോഹൻലാലിനെ എങ്ങനെയാണ് മോഹൻലാലിന്റെ പടം വെച്ചിരിക്കുന്നത്?
മുഖ്യമന്ത്രിയുടെ വലിയ പടവും അങ്ങനെ ഒരു ബാനറും ഫ്ലെക്സും ഒക്കെ ആണോ മോഹൻലാലിന്റെ ഒരു വലിപ്പത്തെ നിശ്ചയിക്കുന്നത്? ഒരു പരിപാടിയെ ഒരു പരിപാടിക്ക് ഒരു അതിഥിയെ ഒരു ഗസ്റ്റിനെ ഇത് കണക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളെ വിളിച്ചോണ്ട് വരുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് അദ്ദേഹത്തിന് പ്രസക്തി കൊടുക്കണം. മുഖ്യമന്ത്രിയുടെ പടം എങ്ങനെയാണോ അതേപോലെ തന്നെ അദ്ദേഹം ഇവിടുന്ന് ഒരു നാടകം ചെറിയ ഒരു സ്റ്റേജിൽ നാടകം കളിച്ച് അവാർഡ് വാങ്ങിയ ആളല്ല. 50 വർഷം മലയാള സിനിമയെ കയ്യിലാക്കി എല്ലാ കഥാപാത്രങ്ങളും ചെയ്ത ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പോലെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളാ. ആ രീതിയിലല്ല തുടക്കം. ഫ്ലെക്സിൽ മാത്രമാണ് ഞാൻ തുടക്കം പറയുന്നത്. ഞങ്ങൾ പ്രതിപക്ഷമല്ല ആദ്യം പറഞ്ഞ, നിങ്ങളാണിത് പറഞ്ഞത്. മോഹൻലാലിനെ വിളിച്ചോണ്ട് വന്ന് കളിയാക്കുന്നത് കണക്കായി പോയി. നിങ്ങൾ പലരോടും അപ്പോൾ തന്നെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് സിനിമാക്കാരോട്. പിന്നെ അവരെപ്പോഴും മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകണം. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിച്ചതിന് പിന്നിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടുള്ള വോട്ട് ലക്ഷ്യം അല്ലെങ്കിൽ PR ആയിരുന്നു? പിന്നെ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പത്മശ്രീ അവാർഡ് കിട്ടിയ മറ്റേ ഉർവശിയും നമ്മുടെ വിജയരാഘവനെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. അതിനകത്ത് MV ഗോവിന്ദനൊക്കെ പങ്കെടുത്തത്. ഇനിയിപ്പോ വലിയ താമസിച്ച പിണറായി ശബരിമല തറച്ച് ശബരിമലയ്ക്ക് ഇരട്ടപടി വരും. അതും ചെയ്യുവര്. കാരണം ഇലക്ഷൻ വരുമല്ലേ. അത് ഈ പ്രസ്ഥാനം സാധാരണ ആളെ പിരിഞ്ഞ് പടർന്ന് നിലം പൊത്തുവിട്ടു വലിയ താമസിക്കാതെ. അതിപ്പോ നോക്കിയോ വരെ കാണാനല്ലേ. അതാണ് സംഭവം നടക്കാൻ പോകുന്നത്. ഇനി എന്തൂരം പേര് നടക്കാൻ പോകുന്നു. ആ ഉദ്ഘാടനം പലരെയും വിളിച്ച് ആദരിക്കും. അതില് ശോഭനയൊന്നും വിളിച്ചില്ല. വേറെ ഒരു മനുഷ്യനെ കണ്ടില്ലായിരുന്നു. അവര് പത്മശ്രീ പഠിച്ച മോശമല്ലാത്ത അവാർഡിൽ പഠിച്ചാണ്. അവരൊന്നും കണ്ടില്ലല്ലോ. പത്മശ്രീ പോലെ അതിനേക്കാളും യഥാർത്ഥത്തിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് പത്മശ്രീയൊക്കെ കിട്ടുന്ന ഒരുപാട് പേർക്ക് കിട്ടുന്നതാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. മലയാളത്തിൽ തന്നെ ഇതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ മാത്രമേ അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അവരും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ അവാർഡ് മേടിച്ചല്ലോ. അവരെ വിളിക്കാറില്ലല്ലോ. അല്ല, അതിന്റെ അത് ഓരോ പുരസ്കാരത്തിന് അതിന്റേതായ ഒരു പവർ അല്ലേ. ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കുന്നത് പത്മശ്രീ ലഭിക്കുന്നത് ഒരുപോലെയാണ് അല്ലല്ലോ. ആ ശ്രീശാന്തിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം മാറ്റി ചെന്നവര്. അങ്ങനെ പ്രദീപ് അങ്ങനെ കാണാൻ കഴിയും. നമുക്ക് ഓരോ അവാർഡിനും അതിൻ്റെതായ ഒരു മൂല്യം ഇല്ലേ. മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്നൊന്നും അല്ല, മറ്റുള്ളവർക്ക് കൊടുത്താൽ നല്ലത്. പക്ഷെ അതുപോലെ അല്ലല്ലോ. ഈ പലതും കാണാൻ ഇരിക്കാനുള്ളൂ. അത് കണ്ടു നോക്ക്, നിങ്ങൾക്ക് തന്നെ കാണാം. ശരി, ഓക്കെ. പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രസാദാണ് ചേർത്തലയിൽ നിന്നാണ്. ശ്രീ പ്രസാദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു PR പരിപാടിയായിരുന്നു അതോ അങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതായിരുന്നു? എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം സാർ. നമസ്കാരം സാറേ, ലാലേട്ടന് കൊടുത്തില്ല പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത്? ആരെയാണ് ആദരിക്കേണ്ടത്? താങ്കൾ പറഞ്ഞോളൂ. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാമല്ലോ. ലാലേട്ടനെ ആദരിച്ചില്ലെങ്കിൽ വേറെ ആരെ ആദരിക്കും? നമുക്ക് വേറെ ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയല്ലോ. അന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചില്ല? അദ്ദേഹം ലോകം അറിയുന്ന സംവിധായകനല്ലേ. അദ്ദേഹത്തെ ആദരിച്ചില്ലല്ലോ. അത് 2004 അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത്. ആ സമയത്ത് 2004 ഇവിടെ ഭരണത്തിലുണ്ടായിരുന്ന സർക്കാരിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കാണില്ല. അവിടെയാണ് സാറേ കുഴപ്പം വന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് മുഴുവനും. അദ്ദേഹത്തെ പോലൊരു വലിയൊരു സംവിധായകനെ ആദരിക്കാൻ പറ്റാത്തവരാണ് ഈ മോഹൻലാലിനെ പോലുള്ളൊരു നടനെ ആദരിച്ചത്. അദ്ദേഹം സംവിധായകൻ ലോകപ്രശസ്തനല്ലേ. ശ്രീ പ്രസാദ്, 2004 അദ്ദേഹത്തിന് അവാർഡ് അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് ലഭിക്കുന്നത്. ആ സമയത്ത് കേരളത്തിൽ ഭരണത്തിലുണ്ടായിരുന്നത് ഏത് സർക്കാരാണെന്ന് താങ്കൾക്ക് അറിയുമല്ലോ. അതൊക്കെ അറിയാം. പക്ഷേ അപ്പോൾ ആ സർക്കാർ UDF സർക്കാരും ഇപ്പോൾ LDF സർക്കാർ നിൽക്കുന്ന അദ്ദേഹത്തെ ആദരിക്കാത്തവരാണ് ഇപ്പോൾ ആദരിച്ചെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, സർക്കാർ ഏതായാലും നയങ്ങളൊന്നല്ലേ സാറേ. അങ്ങനെ പറയാൻ കഴിയുമോ? സർക്കാർ ഏതായാലും നയങ്ങളോ? UDF സർക്കാർ അന്ന് ആദരിക്കാത്തതിന്റെ പേരിൽ ഇന്നത്തെ LDF സർക്കാരിനെ കുറ്റം പറയുന്നതിൽ എന്താണ് കാര്യം? സർക്കാരിന് കുറ്റം പറഞ്ഞതല്ല, ആദരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ ഒരു വലിയൊരു സംവിധായകനെ ആദരിക്കാൻ കാണിക്കാത്ത ഒരു സമീപനം അത്ര ശരിയായില്ലെന്ന് മാത്രമേ. അത് വേണമെങ്കിൽ പറയാം. അടൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ചില വിവാദങ്ങളിലും അത്തരം അഭിപ്രായങ്ങളൊക്കെ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിലും മലയാള സിനിമയെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയ സംഭാവനകൾ അത്രത്തോളം വലുതാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ മോഹൻലാലിനെ വാനോളം മലയാളം ലാൽ സലാം എന്ന പേരിൽ നടത്തിയ പരിപാടി അത് സർക്കാരിന്റെ ഒരു PR എക്സർസൈസ് ആണോ അതോ സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് സർക്കാർ നിറവേറ്റിയതാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. അപ്പൊ ഞാനേ വിളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. താങ്കള് ഈ ഞങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയണ സമയത്തെ
ഏതെങ്കിലും മഞ്ചേരി ഇരുന്നുകൊണ്ട് മുഹമ്മദോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ വന്നിട്ട് ആ ന്യൂയോർക്കിൽ നിന്ന് വിളിച്ചത് അയാളിന് വിവരം ഇല്ലെന്നൊക്കെ പറയുമ്പോൾ താങ്കൾ അതിന്റെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് ചിരിച്ച് അട്ടഹസിച്ചൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്തോ? ഞാൻ താങ്കൾക്ക് വിവരമില്ല എന്ന് ആരും പറഞ്ഞില്ല പ്രദീപ്. താങ്കൾ ആദ്യം താങ്കളുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തി താങ്കൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞു. അല്ലാതെ അവരാരും താങ്കളെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാക്കുപോലും മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് പറഞ്ഞിട്ടില്ല. അതിനിപ്പം താങ്കൾ വേണമെങ്കിൽ പഴയ എടുത്ത് കേൾക്കും. പിന്നെ എനിക്ക് താങ്കൾ എടുത്ത് കേട്ട് നോക്കിക്കോളൂ. ഞാൻ കേട്ടു, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ വിവരവും വിവരമില്ലായ്മയൊക്കെ അളക്കേണ്ടതിന് മഞ്ചേരിക്ക് ആരുടെ ആവശ്യവും സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഈ തരത്തിൽ പോലും മോശമായി അവർ സംസാരിച്ചില്ല. താങ്കളുടെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തി. ആ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. താങ്കൾ എത്രയോ പേരുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തും. ഞാൻ അങ്ങനെ പേരൊന്നും എടുത്ത ഒരാളിൽ ഇന്നാളുടെ അഭിപ്രായം ഒന്നും പറയാറില്ല. അത് എന്റെ വ്യക്തിപരമായ കാര്യം പറയാനാണ് ഞാൻ പൊതുവേദി വിളിക്കുന്നത്. എന്റെ കാര്യം ഞാൻ പറയാം. ഇന്നാള് വന്നിട്ട് ഇന്നത് പറയുന്നു, അത് ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്. ഞാൻ പറയാൻ വരുന്നത് എന്റെ കാര്യം. താങ്കൾ പറഞ്ഞു. ഇനിയിപ്പം വിവരമുണ്ടോ വിവരം ഇല്ലെന്നുണ്ടെങ്കിൽ വേണം കിരൺ പറഞ്ഞു. അത് താങ്കൾ എപ്പോഴും മെൻഷൻ ചെയ്യണം. ഞാൻ അങ്ങനെ ഒരാളുടെയും വിവരം അളക്കാൻ പറ്റിയ ഒരാളല്ല. എനിക്ക് അങ്ങനെ ഒരാളുടെയും വിവരം അളക്കാൻ കഴിയുകയില്ല. യുവർ ആങ്കർ, നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറയാം. എനിക്കും അങ്ങനെ ഒരാളുടെ വിവരം അളക്കാനുള്ള റൈറ്റ് ഒന്നുമില്ല. ഞാൻ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തോടെ എനിക്ക് നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ് പറയും, അത്രമാത്രം. അഥവാ നിങ്ങൾ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച വിഷയമല്ല. പക്ഷെ മറ്റൊരാൾ വന്നിട്ട് ഇന്ന ആളിന് അവിടെ നിന്ന് വിളിച്ച ആളിന് അതുപോലെ അവരെ ഏതെങ്കിലും തരത്തിൽ ഒരാളെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ പറയരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാളുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് പറഞ്ഞു എന്ന് കരുതി അതൊരു വലിയ അപരാധമായി സാധാരണ രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കാറില്ലെങ്കിൽ ഇപ്പോൾ അതൊരു അപരാധമൊന്നുമല്ല. ഞാൻ പറഞ്ഞ അങ്ങനെ പറയുന്നവരെ താങ്കൾ ഇതിൽ അഭിപ്രായം പറഞ്ഞോളൂ. എനിവേ, ഇനിയിപ്പോ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം ഇതേപോലെ ഉന്നതന്മാരെ വീണ്ടും വീണ്ടും ആദരിക്കുക. ജനങ്ങളുടെ പൈസ സാധാ ജനങ്ങൾ കിട്ടേണ്ട പണമാണല്ലോ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അവരൊരു ഫോട്ടോഷൂട്ട് നടത്തുക. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ ഭൂകമ്പ ബാധിത ജനങ്ങൾക്ക് വീട് കിട്ടിയിട്ടില്ല. അപ്പൊ സർക്കാരും അതുമായിട്ട് അനുബന്ധപ്പെട്ട സംഘടനകളും ജനങ്ങളും മന്ത്രിയും കളക്ടറും അത്തരം കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട പല പല കാര്യങ്ങൾ ചെയ്യാതെ ഈ മോഹൻലാൽ എന്ത് സമൂഹത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഹീസ് ആക്ടർ, ഓക്കെ ഫൈൻ. എത്രയോ ആക്ടർ ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെയല്ലേ മോഹൻലാല്. പിന്നെ മോഹൻലാൽ പ്രദീപ്, ഒരു സംശയം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്. അങ്ങനെ ഒരു പുരസ്കാരം ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ രണ്ടു പേർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം എന്തായാലും ലോകം അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന മലയാളത്തിൻ്റെ സിനിമയുടെ യശസ് ഉയർത്തിയ ആൾ തന്നെയാണ്. മോഹൻലാലും അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലും ലോകത്തുമാകമാനം മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ ഒരു നടൻ തന്നെയാണ്. അദ്ദേഹത്തിന് സാമൂഹിക സേവനത്തിൻ്റെ പേരിലല്ല അവാർഡ് കൊടുത്തത്. അദ്ദേഹം സമൂഹത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് മോഹൻലാലിൻ്റെ സംഭാവന, മോഹൻലാലിനെ ഓർത്ത് ഈ നാടിനെ അഭിമാനിക്കാൻ ഒട്ടേറെ വകയുണ്ട്. അത്രത്തോളം സംഭാവന അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു തെറ്റാണെന്ന് എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? ഞാൻ അദ്ദേഹത്തിന് തെറ്റായി എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട പരിഗണന ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലോ അതേ സ്ഥലങ്ങളിൽ സർക്കാർ പരിപാടിയല്ല തന്നെ സാംസ്കാരികവരെല്ലാം ചേർന്നുകൊണ്ട് സർക്കാർ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾക്ക് വലിയ ചെലവ് മുടക്കി? മലയാളത്തിൽ നിന്ന് ഒരാൾക്ക് ഇന്ത്യയിലെ പരമോന്നതമായ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അയാളെ അഭിനന്ദിക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതല്ല താങ്കൾ പറയുന്ന പോലെ ആണെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെയല്ലല്ലോ. സർക്കാർ ഒരു മഹത്തായ കാര്യമല്ലേ ചെയ്തത്. ആരായിക്കോട്ടെ, ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആ അവാർഡിൻ്റെ അവകാശികളെന്നും പറഞ്ഞ് ചിലരൊക്കെ വന്നല്ലോ. പക്ഷേ സർക്കാർ അങ്ങനെയല്ല കണ്ടത്. ആ അവാർഡിൻ്റെ മൂല്യത്തെയാണ് കണ്ടത്. അത് ശരിയായൊരു നടപടിയല്ലേ? കിരണേ, ഇപ്പോ ഞാൻ പറയുന്നത് സർക്കാരിന് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട് പോലും അതിനു വേണ്ടി ഫണ്ട് ഉപയോഗിച്ചില്ലേ പിന്നെ ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ ഫണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഫണ്ട് എല്ലാം ഈ ഇതിനു വേണ്ടി മാത്രമാണ് നിർമ്മിക്കേണ്ടത്. സർക്കാർ അങ്ങനെ ഓണാഘോഷം നടത്തേണ്ടെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. ആളുകൾ പറയും എന്തിനാണ് ഓണാഘോഷത്തിന് പൈസ ചെലവാക്കുന്നത്, അത് നിങ്ങൾ ഇത് പാവപ്പെട്ടവർക്ക് വീഴ്ച നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തോന്നുന്നു ശരിയാണെന്ന്. അങ്ങനെയല്ല. ഇത്തരം പരിപാടികളൊക്കെ നടത്തേണ്ടത് ഇത്തരം സമൂഹത്തിന് മുന്നോട്ട് പോക്കിന് അനിവാര്യമാണ്. സർക്കാർ ഓണാഘോഷം നടത്തുന്നത് മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയാണ്, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി. അല്ലാതെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് വ്യക്തിയെ ടാർഗറ്റ് ചെയ്തില്ല. മോഹൻലാൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസ്വത്തല്ലേ? പൊതു സ്വത്തൊക്കെ തന്നെ. ഞാൻ പറയുന്നത് അതിനെ വളരെ ലളിതമായിട്ട് ആ ചർച്ചകൾ നടക്കുക. എന്തിനാ അങ്ങനെ മോഹൻലാലിനെ ലളിതമായി കാണുന്നത്? മോഹൻലാലിനെ അത്യാർഭാടപൂർവ്വം തന്നെ വേണ്ടേ അദ്ദേഹത്തിന് ഒരു ആദരം കൊടുക്കാൻ? അതിനെന്തിനാണ് ഇത്ര ലളിതമാക്കേണ്ട കാര്യം? അത്ര ഗതികെട്ട ഒരു നാടാണോ കേരളം? എത്രമാത്രം ദാരിദ്ര്യത്തിൽ ജനങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആർഭാടം കാണിക്കുന്നതാണ് എന്റെ ചോദ്യം. അതൊക്കെ ചില കാര്യങ്ങൾ കാണിക്കേണ്ടി വരും ശ്രീ പ്രദീപ്. എന്നാ നിങ്ങൾ ലാവിഷ് ആയിക്കോളൂ, ഫോട്ടോഷൂട്ട് എടുക്കൂ, ഇനി മമ്മൂട്ടിക്കും കൊടുക്കൂ, എല്ലാവർക്കും കൊടുക്കൂ. നിങ്ങളെ നാളെ മമ്മൂട്ടിക്ക് കിട്ടിയാലും ഇതുപോലെ തന്നെ അദ്ദേഹത്തെ ആദരിക്കണം കേരളം, ആര് ഭരിച്ചാലും. അല്ല, നിങ്ങൾ എത്രത്തോളം ലാവിഷാക്കി PR വർക്ക് ചെയ്ത് അടുത്തൊരു ഭരണത്തിൽ കയറാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കൂ. ജനങ്ങളെ ഞാനല്ല ആലോചിക്കേണ്ടത്, അത് സർക്കാരിന്റെ ജനങ്ങളുടെ നികുതി പണം എടുത്തു ഉപയോഗിക്കൂ. താങ്ക് യു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
കിരൺ സാർ, ശ്രീ മോഹൻലാലിനെ ആദരിക്കുന്നത് കേരളീയർക്ക് വേണ്ടി സർക്കാരാണ്. അതിൽ പങ്കെടുക്കുന്നതിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ അതൊരു ന്യായമായ കാര്യം തന്നെയാണ്. കേരളത്തിന്റെ ഒരു ആദരം സർക്കാർ നൽകുമ്പോൾ അതിൽ പ്രതിപക്ഷത്തെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആദരം നൽകലാണ് അതിന്റെ ഒരു മാന്യത. അത് ശരിയാണ്. അതെ 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 നമുക്ക് ഇത്രയും ജനങ്ങൾ, കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്. അതിനകത്തെന്ന് വെച്ചാൽ ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട് സാർ. അതാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാകാൻ കാരണം. ഓക്കെ സാർ, ഓക്കെ സാർ. വളരെ കാര്യമാത്ര പ്രസക്തമായും അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എന്റെ കുറെ ചെടി നിങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞു, സാറ് കണ്ടായിരുന്നോ? കേട്ടില്ല. എന്റെ കുറെ പ്ലാന്റ്സുകൾ ടി വി കാണിച്ചെന്ന് പറഞ്ഞു, സാറ് കണ്ടോന്തോ? കണ്ടാണില്ലാന്ന് തോന്നുന്നു അല്ലേ? ചെടികൾ കാണിച്ചിരുന്നോ? എന്റെ നഴ്സറിയുടെ കുറെ ഇതൊക്കെ കാണിച്ചിരുന്നു, ഓർക്കിഡാന്തൂറിയൊക്കെ. അയ്യോ സോറി, ഞാൻ കണ്ടില്ല, ഞാൻ കാണാൻ ശ്രമിക്കാം. ഞാൻ ഇപ്പൊ അവിടെ വിളിച്ചപ്പോ എന്റെ അടുത്ത് അവിടെ അവിടെ ഇരിക്കുന്ന അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഓപ്പറേറ്ററിനോട് ചോദിച്ചിരിക്കുന്നത് കണ്ടിരുന്നു, ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ശരി, ഞാൻ 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ കണ്ടില്ല. കാണാം എന്തായാലും. 3-ാം തീയതി കാണിച്ചിരുന്നു. ശരി, കാണാം, ഞാൻ കാണാം. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. പിന്നെ ഈ മോഹൻലാലിന്റെ പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ സർക്കാരിന്റെ പൈസ അല്ലല്ലോ, സർക്കാരിന്റെ പൈസ അല്ലേ, പാർട്ടിയുടെ പൈസ അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പാർട്ടിയുടെ അല്ല, നമ്മുടെ എല്ലാം കൂടെ പൈസ എടുത്തല്ലേ നടത്തുന്നത്. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ മറ്റുള്ള പാർട്ടിക്കാരെ BJP, കോൺഗ്രസ് എന്തൊക്കെയുണ്ടോ പാർട്ടിക്കാരെയൊക്കെ വിളിച്ച് സന്തോഷമായിട്ട് നടത്തേണ്ട ഒരു കേസല്ലേ. അവിടെ ഇപ്പൊ ലാൽ സലാം എന്ന് പറഞ്ഞ ലാൽ സലാം സഖാവേനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ലാൽ സലാം കോൺഗ്രസ്സുകാരെന്നാ ലാൽ സലാം ഫോണിൽ മറ്റാരുടെയോ ശബ്ദം കൂടി കടന്നു വരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടത് ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഇതൊരു PR പരിപാടിയാണോ അതോ ഇത് ഒരു സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ഒരു പരിപാടിയാണോ? അദ്ദേഹത്തിന്റെ ശ്രീ ഹക്കീമാണ് എറണാകുളത്ത്. ശ്രീ ഹക്കീം, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാല് അത് ഗവൺമെന്റ് ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിനെ നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് നല്ല കാര്യമല്ല. താങ്കൾ പറഞ്ഞോളൂ. നമ്മളെ ഗവൺമെന്റ് ഇത്രയും നല്ല പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒരു നല്ല ഏർപ്പാടല്ല. ശരി, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ക്ഷമിക്കണം, ശ്രീ രാജേഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ രാജേഷ്, താങ്കൾ പറഞ്ഞോളൂ. സാർ, ഒരു നല്ല പരിപാടിയാണ്, അതും പറഞ്ഞാൽ കൊള്ളായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്താ പരിപാടി നടത്തുക? മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടിയാൽ അതിനെ അനുമോദിക്കുന്നത് നല്ല കാര്യമല്ലേ? പക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ച ഒരു സർക്കാരിന്റെ പരിപാടിയാക്കി മാറ്റുന്നതിൽ വീഴ്ച വന്നു എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അല്ല, അവരെ ക്ഷണിച്ചിനി, അവര് പങ്കെടുത്തില്ലല്ലോ. അദ്ദേഹത്തെ ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ ഓഫീസിന് അറിയാൻ കഴിഞ്ഞത് പരിപാടിയിൽ എത്തിച്ചേരുമല്ലോ എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു വിട്ടതല്ലാതെ അങ്ങനെയല്ലല്ലോ ഒരു പ്രതിപക്ഷ നേതാവിനെ ഒരു പരിപാടിക്ക്, സർക്കാർ പരിപാടിക്ക് ക്ഷണിക്കേണ്ടത്. അതിന്റെ അവിടെ എന്താണ് റോള് കൊടുക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വെക്കട്ടെ. അല്ല, അതെല്ലാം വേറെ കാര്യം. പക്ഷെ മോഹൻലാലിനെ ആദരിച്ചത് ഏതായാലും പ്രതിപക്ഷ നേതാവിനെ പോലെ വിളിക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ലേ. അപ്പൊ അങ്ങനെ ഒരാളെ വിളിക്കുമ്പോൾ അത്ര ഒരു സ്ഥാനം നൽകിയിട്ടില്ല എങ്കിൽ അത് മോശമാണ്. നൽകിയോ എന്ന് എനിക്കറിയില്ല. അക്കാര്യം ഓക്കെ, പക്ഷെ മോഹൻലാലിനെ ആദരിച്ചതിൽ തെറ്റില്ല എന്നാണ് നമ്മളെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഇതിനിടയിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. മോഹൻലാലിനെ ആദരിക്കണം, നല്ലത് തന്നെ, ബട്ട് അതുകൊണ്ട് ലാലേട്ടന്റെ വോട്ട് പോലും ഇടതിന് കിട്ടില്ല, പിന്നെയല്ലേ മറ്റുള്ളവരുടെ എന്ന് പറയുന്നു സുനിൽകുമാർ. എല്ലാ സിസ്റ്റവും ഫെയിലിയറായി ഇന്ത്യയിലെ ഏക സംസ്ഥാനം നമ്പർ 1 കേരളമെന്നും സുനിൽകുമാർ പറയുന്നു. ജലീഷ് ജോൺ പറയുന്നു, താങ്കൾ ശരിയായ ചാറ്റ് ക്ഷമിക്കണം, അതൊന്ന് ശരിയായ ചാറ്റ് ബോക്സിലാണോ എന്നത് ചോദിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സർക്കാരിൻ്റെ പരിപാടി പാർട്ടി പരിപാടി പോലെയായി എന്നാണ് നന്ദകുമാർ P പറയുന്നത്. നവകേരള സദസ്, അയ്യപ്പ സംഗമം, ഇനി വരാൻ പോകുന്ന വികസന സദസ്സുകൾ എല്ലാം ജനകീയ സർക്കാരിൻ്റെ ജനപക്ഷ പരിപാടികൾ ആണെന്നാണ് AK കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായം. എന്തായാലും ഇതെല്ലാം പൊളിഞ്ഞു പോയില്ലേ ചേട്ടാ, ആ നവകേരള ബസ് മ്യൂസിയത്തിലാണോ എന്നും സുനിൽകുമാർ ചോദിക്കുന്നു. ഇലക്ഷൻ അടുത്തത് കൊണ്ട് തന്നെയാണ് ഈ പരിപാടി വെച്ചത്. PR തന്നെയാണ് സദസ്സിൽ കൂടുതലും. ഇടതുപക്ഷ അനുഭാവികളാണ് സിനിമാ മേഖലയിലുള്ളവരെ സദസ്സിൽ ഇരുത്തേണ്ടത്. സുരേഷ് ഗോപിയെ വിളിക്കേണ്ടതല്ലേ എന്ന് ടോം ചോദിക്കുന്നു. എന്തായാലും ബിനോയ് സർക്കാരിനെ വിമർശിക്കുന്നത് സഖാവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ശശിധരൻ പിള്ള പറയുന്നു. അടൂരിനെ ഏത് ലോകമാണ്
അറിയുന്നത് എന്നൊക്കെ ടോം ചോദിക്കുന്നു. അടൂരിനെ ഏത് ലോകമാണ് അറിയുന്നത് എന്നൊക്കെ ടോം ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് സമകാലീന അഭിപ്രായത്തിൽ പലർക്കും വിയോജിപ്പുകൾ കാണാം. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന മനുഷ്യനെ കേരളത്തിൽ മലയാള സിനിമയിലും ലോക സിനിമയിലുമൊക്കെ എണ്ണം പറഞ്ഞ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരാൾ തന്നെയാണ്. അതിന് അതേ അത്രത്തോളം ആധികാരികത ലോക സിനിമയിലുള്ള വ്യക്തി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമകാലികമായ അഭിപ്രായങ്ങളോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അടൂരിനെ അംഗീകരിക്കേണ്ട ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ട്. എന്തായാലും അത്രത്തോളം പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. ശ്രീ പ്രദീപ് ഷാജി ഭാസ്കരൻ പറയുന്നു, പ്രദീപ് എത്രയോ തവണ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു. പ്രദീപ് നേരത്തെ അദ്ദേഹത്തെ മറ്റേ മുഹമ്മദ് വിമർശനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ മറുപടി എന്ന നിലയ്ക്കായിരുന്നു പറയുന്നത്. എൻ്റെ പ്രദീപ്, ഇവരെല്ലാം സഖാക്കളാണ്, നമ്മൾ എതിർത്ത് പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കുമെന്ന് ശശിധരൻ പിള്ള പറയുന്നു. സ്വാഭാവികമായും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന പലരും ഇടതുപക്ഷ അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളും BJP അനുഭാവികളും ഒക്കെ വരും. അവർ അതിലുള്ള തർക്കങ്ങളുമൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതിൽ എന്തായാലും കാര്യമില്ല. ലാലിൻ്റെ സിനിമ എല്ലാ പാർട്ടിക്കാരും കാണും, പക്ഷേ ലാൽ സലാം എന്ന് വെച്ചത് ആണ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. കേരളത്തിൻ്റെ മഹാനടന് ആദരവ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ വോട്ട് ആർക്കോ ചെയ്യട്ടെ, എന്തിനാണ് ഇതൊക്കെ വിവാദമാക്കുന്നതെന്ന് രഘുനന്ദനൻ തിരുവില്ലാമാരം ചോദിക്കുന്നു. എന്തായാലും മറ്റെന്തോ ചില കമൻറ്റുകൾ കൂടി ഉണ്ട്. എന്തായാലും നമുക്ക് ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പൊതുവേദിയെ പറ്റി മനസ്സിലാക്കിയത് സഭ്യമായ ഭാഷയിൽ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയണം. കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ അതിൽ പേരെടുത്തിട്ട് നമ്മളെ നന്നാക്കാനോ നമ്മളെ തിരുത്താനോ മറ്റൊരുത്തനും ഒരുവനും തയ്യാറാവേണ്ട. അയാളും ഒരു വ്യക്തിയാണ്, ഞാനും ഒരു വ്യക്തിയാണ്. പ്രദീപ് പറഞ്ഞതിനോട് ഞാൻ വ്യക്തമായി യോജിക്കുന്നു. പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് ശക്തമായ വിമർശനം നടത്തും. അത് തടയാൻ ആർക്കും പറ്റില്ല. പേരെടുത്ത് വിമർശിക്കുന്നതാണ് ഇതിന് പൊതുവേദിയിൽ നിന്ന് പേരിട്ടത്. രാഷ്ട്രീയ വേദിയിൽ നിന്ന് പേരിട്ടോളണം. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല, കാരണം ശക്തമായ പ്രതിഷേധമാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഞാനൊന്ന് പറഞ്ഞോളട്ടെ. നമ്മൾ സാധാരണഗതിയിൽ വിഷയത്തിൽ മാത്രമാണ് പ്രതികരിക്കാൻ അനുവദിക്കുക. ഒരാൾ പറയുന്ന അഭിപ്രായത്തോട് വിയോജിപ്പ് പറയുമ്പോൾ ശ്രീ ബാലകൃഷ്ണനെ ഒരാൾ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും. അത് ബാലകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായം ശരിയല്ല, അത് തെറ്റായ അഭിപ്രായമാണെന്ന് മറ്റാൾ പറയുന്നതിനകത്ത് എങ്ങനെയാണ് നമുക്ക് വിയോജിക്കാൻ കഴിയുക? അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ സ്വാഭാവികമായും ഇതിന്റെ ഭാഗമായി ഉണ്ടായല്ലേ? ബാലകൃഷ്ണൻ തന്നെ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ എത്രയോ തവണ നടത്തിയിട്ടുണ്ട്. സാറിന്റെ ഔദാര്യമൊന്നും വേണ്ട. ഇത് ഔദാര്യമല്ല ആരുടെയും. കുഴപ്പമില്ല, പേരെടുത്തിട്ട് വിമർശിക്കണ്ട. അതിനാരും യോഗ്യനല്ല. ഞാനും നികുതി. ശ്രീ ബാലകൃഷ്ണൻ, നമ്മൾ ഈ നാട്ടിൽ അഭിപ്രായം പറയുന്ന ആളുകളെയൊക്കെ പേരെടുത്ത ആളുകൾ വിമർശിക്കില്ലേ? ആ വിമർശനമൊക്കെ എനിക്കെതിരെ വരുന്ന വിമർശനം അടക്കം ഞാൻ വായിക്കാറ് പോലും ഉണ്ട്. കമന്റിലൊക്കെ എന്നെ കുറിച്ച് മോശക്കാരനാക്കി എഴുതുന്ന കമന്റുകൾ പോലും ഞാൻ വായിക്കാറുണ്ട്. ഇതൊക്കെ മനുഷ്യൻ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. അത് അശ്ലീലം പാടില്ല, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു പൊതുസമൂഹത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിന് തെറ്റായ രീതിയിൽ പറയരുത്. അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ ആരെങ്കിലും അച്ഛനെയോ അമ്മയോ മക്കളെയോ ഭാര്യയോ ഒക്കെ ചേർത്ത് ഭർത്താവിനെയോ ഒക്കെ ചേർത്ത് പറയുന്ന അത്തരം കാര്യങ്ങൾ, ഇതൊക്കെ ഒഴിച്ച് സാമൂഹ്യമായി ഒരാൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളൊക്കെ നമ്മൾ വായിക്കും. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ഈ പൊതുവേദി, ഹലോ കേൾക്കാമോ? പറയാം, കേട്ടു. പൊതുവേദിയിൽ സഭ്യമായ ഭാഷയിൽ രാഷ്ട്രീയമായാലും ഏത് വിഷയമായാലും നിശിതമായ വിമർശനം ഉണ്ടാവും. അത് സഹിക്കാത്തവർ ആ വ്യക്തിയെ പേരെടുത്ത് വിമർശിക്കാൻ ഇവർക്കാർ അധികാരം കൊടുത്തു. ഇത് പൊതുവേദിയാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി ബാലകൃഷ്ണൻ മോശക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടും. ബാലകൃഷ്ണൻ പറഞ്ഞ രാഷ്ട്രീയ അഭിപ്രായത്തോട് മറ്റൊരാൾക്ക് വിയോജിച്ചാൽ അതിലെങ്ങനെയാണ് ഞാൻ ഒരു പരിധിക്കപ്പുറം ഇടപെടുന്നത്? പേരെടുത്ത് വിമർശിക്കുന്നത് ശക്തമായ നിർദ്ദേശം നൽകണം. അതെങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ? ബാലകൃഷ്ണൻ പറയുന്നു എക്സ് വളരെ മോശക്കാരനാണ് എന്നൊരു അഭിപ്രായം പറയുന്നത് ആൾക്കാർ വന്ന് പേഴ്സണലായിട്ട് ആക്ഷേപിക്കുമ്പോൾ, പേഴ്സണലായിട്ട് ആക്ഷേപിച്ചാൽ ശ്രീ ബാലകൃഷ്ണൻ ഉറപ്പായും ഞാൻ ഇടപെടും. അത് ഉറപ്പായും അങ്ങനെ ഇടപെടാറുണ്ട്. ആരെ പേഴ്സണലായിട്ട് ആക്ഷേപിച്ചാലും ഒരാളുടെ അഭിപ്രായത്തോട് മറ്റൊരാൾ വിയോജിച്ചാൽ അതിനകത്ത് എപ്പോഴും ഇടപെടാറില്ല. സാധ്യമായ ഭാഷയിൽ ഇനിയും ഉണ്ടാവും. ശരി, ഓക്കെ, അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് തന്നെയാണ് ശ്രീ ബാലകൃഷ്ണൻ എനിക്ക് എപ്പോഴും അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് കടുത്ത വിയോജിപ്പുകൾ പലപ്പോഴും പറയുമ്പോഴും താങ്കളുടെ അവസരമൊന്നും നമ്മൾ ഒരിക്കലും നിഷേധിക്കാതിരിക്കുകയും കൂടുതൽ സമയം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ള സാറേ, ഇതും PR വർക്ക് തന്നെ. കേന്ദ്ര സർക്കാർ വർക്ക് ചെയ്ത ഒരു പാർക്ക് അവാർഡ് കൊടുത്തു, മോഹൻലാലിന് കൊടുത്തു. സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്തു, ഒരു അവാർഡ് കൊടുത്തു എന്ന് മാത്രം. ഇതിപ്പോ ഒരു പാർട്ടി കാറ്റഗറി ആയിപ്പോയി. പിന്നെ എനിക്കിത് പറയാനുള്ളത്, ഇന്നലത്തെ ഈ ലോട്ടറിയുടെയും ഇന്നത്തെ ഈ മോഹൻലാലിന്റെയും പരിപാടി സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എനിക്കത് എന്റെ ഒരു അഭിപ്രായം പറയാം, മറ്റൊരു അഭിപ്രായമില്ല. ഇവിടെ പിന്നെ കൃഷിക്ക് കണ്ടു കിട്ടുന്നില്ല. അതുപോലെ പ്രശ്നങ്ങൾ ഒത്തിരി വിഷയങ്ങളുണ്ട്, ചെറിയ വലിയ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗണേഷ് കുമാർ മന്ത്രി
ഒരു വണ്ടി ബസ്സുകാരനെ ശാസിച്ചത് അതൊക്കെ നിങ്ങളുടെ ചാനലൊക്കെ നല്ല വൃത്തിയായിട്ട് കാണിച്ചതാണ്. അത്തരം പരിപാടികൾ അത്തരം കാര്യങ്ങളാണെന്ന് വിഷയമായിട്ട് എടുക്കണമെന്ന് എന്റെ അഭിപ്രായം. മറ്റൊരാളുടെ അഭിപ്രായത്തിലാകട്ടെ, എന്നാണ് എനിക്ക് പറയാം. ശരി, താങ്കളുടെ അഭിപ്രായത്തെ പൂർണ്ണമായി മാനിക്കുന്ന അത്തരം വിഷയങ്ങൾ കൂടി നമുക്ക് കൂടുതൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം. ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതൊരു PR എക്സസൈസ് ആണോ അതോ സർക്കാർ സ്വാഭാവികമായും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണോ? എനിക്ക് പറയാനുള്ളത്, മോഹൻലാലിനെ പോലുള്ള ഒരു മഹാനടനെ ഈ ഗവൺമെന്റ് ആദരിക്കുമ്പോൾ അത് വളരെ മോശം ഭയമായ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നവരുടെ മനസ്സിനെ കുറിച്ച് അത്ഭുതം തോന്നിപ്പോവുകയാണ്. അവർക്ക് അസൂയ, വിഷമം ഭയങ്കര വല്ലാതെ മനസ്സിൽ കയറിക്കൂടിയതിന്റെ ലക്ഷണമാണ് കാണുന്നത്. ഈ സ്ഥാനത്ത് നേരെ മറിച്ച് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിച്ച് മമ്മൂട്ടിക്ക് അവർക്കണെങ്കിൽ അവർ പറഞ്ഞാൽ കണ്ടോ ഇത് പക്ക രാഷ്ട്രീയം. ഇത് മോഹൻലാലിന് കൊടുത്തിട്ട് പോലും ഇവർ ഇങ്ങനെ പറയുമ്പോൾ ഇവർ ഈ ഗവൺമെന്റ് ചെയ്യുന്ന എന്തൊരു നല്ല കാര്യത്തെയും ഇവർ ശക്തമായിട്ട് വിമർശിക്കും. ഇപ്പൊ BD സതീശനെ ക്ഷണിക്കണാരും പറഞ്ഞു, അയാൾ വാറോട്ട് വലിച്ചാൽ പോലും അയാൾ പൊട്ടിച്ചിട്ട് പോലെയുണ്ട്, അയാൾ വരില്ല. ഈ ഗവൺമെന്റിന്റെ ഒരു നല്ല കാര്യത്തിനും കോൺഗ്രസ് കൂട്ടി നിൽക്കുകയില്ല എന്ന്. 2004 ഇവിടെ UDF കോൺഗ്രസ്സാരാ ഭരിക്കുന്നത്. അന്ന് അടൂർ ഗോപാലകൃഷ്ണന് ഇവർ ഒരു സ്വീകരണം നൽകിയില്ല. അപ്പൊ ഇവര് ഇത്തരം കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എതിർക്കുക. ഇവർക്ക് ഇനിയും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമോ എന്നുള്ള പേടി വല്ലാണ്ട് ബാധിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സുകാർക്ക്. അതുകൊണ്ടാണ് അവർ എന്തിനെ എതിർക്കുന്നത്, വേറെ ഒന്നുമല്ല. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അക്രമ ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്നും. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വക ലാൽ സലാം എന്നൊരു സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. അത്തരമൊരു ചടങ്ങ് സർക്കാരിൻ്റെ ഒരു PR എക്സർസൈസ് ആണ്. അതുകൊണ്ടാണ് അർഹമായ പ്രാതിനിധ്യം പ്രതിപക്ഷത്തിനടക്കം നൽകാതിരുന്നതിന് ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അങ്ങനെയല്ല, ഇത് ഒരു സർക്കാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ചെയ്തതെന്ന് സർക്കാരും ഇടതുപക്ഷവും പറയുന്നു. ശ്രീ സുകുമാരൻ, താങ്കൾ ഇതിൽ ഏത് പക്ഷത്തിൻ്റെ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്? ഞാൻ മോഹൻലാലിന്റെ പക്ഷത്താണ് സാറേ. മോഹൻലാലിന് കിട്ടേണ്ട അർഹതപ്പെട്ട തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഇനി സഹകരിക്കേണ്ടതാണ്. അത് സഹകരിക്കേണ്ട കടമ സർക്കാരിനുണ്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം പിണറായി വിജയന്റെ ശുക്രദശയല്ല, ഗജകേസരി യോഗമാണ്. അപ്പൊ അങ്ങനെല്ലാം വരും. എന്തായാലും അദ്ദേഹത്തിന്റെ ഗജകേസരി യോഗവും ശുക്രദശയും ഒക്കെ നിശ്ചയിക്കാൻ എനിക്കറിയില്ല. എന്തായാലും ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങൾ അങ്ങനെയൊക്കെ. ശരി ശരി സുകുമാരൻ. ശ്രീ ഷൈല ജാസ്മിനാണ് വിളിക്കുന്നത്. ശ്രീമതി പനവൂരിൽ നിന്നാണ്. പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, മഹിളാ കോൺഗ്രസിന്റെ വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ്. ശരി, ശ്രീമതി ഷൈല ജാസ്മിൻ, താങ്കൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു. എന്തായാലും താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു PR എക്സർസൈസ് ആണോ അതോ സർക്കാർ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടതാണോ? തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രി വിജയന്റെ PR വർക്ക് തന്നെയാണ്. കാരണം മോഹൻലാലിനെ പോലെ ഒരു മലയാളികളുടെ ഒരു അഭിമാനമായ, പ്രത്യേകിച്ച് ഞാനൊരു തിരുവനന്തപുരംകാരി എന്ന നിലയിൽ കൂടി പറയാണ്, നമ്മുടെ മോഹൻലാലിന്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്തൂടാണ്. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മഹാനടനാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ഇതൊരു കളിയാക്കലായിരിക്കുന്നു. അതായത് ശരിക്കും ഇത് മുഖ്യമന്ത്രിയുടെ PR വർക്കിന്റെ ഭാഗമായി അദ്ദേഹം ഇത് അവരുടെ ഒരു ലോക്കൽ സമ്മേളനം പോലെയാണ് അവർ ഈ ഒരു പരിപാടി ആക്കി തീർച്ചത്. ലാൽ സലാം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു രാഷ്ട്രീയം തന്നെ നിലനിൽക്കുകയല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതറിയാം. മോഹൻലാൽ സാറിന്റെ പേരിന്റെ അറ്റം വെച്ചിട്ട് അതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ അവിടെ വേണ്ടത്ര സ്വീകരണമൊന്നും അവിടെ കൊടുത്തിട്ടുമില്ല. ഒരു ക്ഷണനം മാത്രമാണ് പുള്ളിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ശരിക്കും ഈ CPM-ന്റെ ഒരു പാർട്ടി പരിപാടി പോലെ ആക്കിയാണ് അവിടെ ഈ ഒരു പരിപാടി, ലാൽ സലാം എന്ന് പറയുന്ന പരിപാടി. മാത്രമല്ല, നമ്മുടെ മോഹൻലാൽ സാറിനെ വിളിച്ച് കളിയാക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. കാരണം മലയാളികൾ സുരേഷാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേഷ്, താങ്കൾ ഈ വിഷയത്തിൽ എന്ത് അഭിപ്രായമാണ് പറയുന്നത്? നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇതൊരു PR വർക്കായിട്ട് കാണേണ്ടതില്ലാന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെ ഇത്രയും വലിയൊരു അവാർഡ് കിട്ടുമ്പോഴത്തേനും കേരളം അംഗീകരിക്കേണ്ട അവാർഡ് ഇങ്ങനെ ഒരു അംഗീകാരം കൊടുക്കേണ്ടത് തന്നെയാണ്. മറിച്ച് ഇപ്പൊ വിമർശിക്കുന്നവർ ഇങ്ങനെ ഒരു അംഗീകാരം കൊടുത്തില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും തിരിച്ചു പറയും. എന്ത് ഒരു സർക്കാർ ഇരുന്നിട്ട് ഇത്രയും വലിയ നടന് ഇത്രയും ഒരു പുരസ്കാരം കിട്ടിയില്ല, കേരള സർക്കാർ ഒന്ന് ആദരിക്കാൻ തയ്യാറായോ എന്ന് തന്നെ ചോദ്യം വരാം. അത് തീർച്ചയായിട്ടും അത് ഇങ്ങനൊരു PR വർക്കായിട്ട് കാണേണ്ടതില്ല, ഒരു സർക്കാരിന്റെ കടമ. പിന്നെ സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് ഇങ്ങനൊരു അവാർഡ് ശ്രീ മോഹൻലാലിന് കിട്ടിയതെന്നുള്ളത് കൊണ്ട് അതൊരു PR വർക്കാവണമെന്നില്ലല്ലോ. പിന്നെ പേര് ലാൽ സലാം എന്ന പേര് വെച്ചത് കൊണ്ട് അതിനൊരു
പാർട്ടി പരിപാടിയായിട്ട് കാണേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതിനു പുറമെ എന്തായാലും പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തിലെ മുഴുവൻ MLA-മാരും കത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. കാരണം ഇപ്പൊ നടന്ന ഒരുപാട് പരിപാടികൾ, സർക്കാരിന്റെ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ MLA-മാര് പങ്കെടുക്കാത്തായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു പരിപാടി രാഷ്ട്രീയ വിവാദമായി മാറിയത് എന്തുകൊണ്ടാവും? നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ ലാൽ സലാം മോഹൻലാലിന് വേണ്ടിയുള്ള ലാൽ സലാം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഉള്ളൊരു മുൻകരുതൽ എന്നല്ല പറഞ്ഞത്. അതിനെ നമ്മൾ ഒരു രാഷ്ട്രീയമായി കാണാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. സർക്കാർ അതിന് അദ്ദേഹത്തെ അവാർഡ് കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തില്ലേ. അപ്പൊ അതാണ് ഏറ്റവും വലിയ നന്മ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മൊത്തം അഭിമാനമായിരിക്കുമ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് അവരുടെ ഒരു അധിക അഭിമാനമെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന മോഹൻലാലിന് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുന്നു, അതിന് സർക്കാർ ഒരു ആദരവ് നൽകുന്നു, ആ ആദരം പക്ഷേ ഒരു PR എക്സസൈസ് ആക്കി എന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് ഉയരുന്നു. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്. അനിയ, എന്റെ നാട്ടുകാരനാണ് മോഹൻലാൽ സാർ, നമ്മളെ മഹാനടൻ. നമ്മൾ ഒരുമിച്ച് എന്റെ കാര്യം 10 വയസ്സിനത്രയും മൂപ്പാണ്. മഞ്ഞുഞ്ച പൂക്കൾ ഫേമസ് ആയപ്പോ നമ്മൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ആഴ്ച പോലും ജീവിച്ച് തോളിൽ കൈയിട്ട്, അന്ന് വാട്സപ്പും മൊബൈലും ക്യാമറ ഒന്നും ഇല്ല അന്നത്തെ കാലത്ത്. ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയുണ്ട്, ഇന്നും ഓർമ്മയുണ്ട്. പക്ഷെ നമ്മൾ കാണാനല്ല, അദ്ദേഹം വലിയ നിലയിലെത്തി, അവന് ചക്രവർത്തിയായി, ഇന്ത്യയിൽ ഏറ്റവും വലിയ അംഗീകാരവും ഗവൺമെന്റ് കൊടുത്തു. പക്ഷേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പറഞ്ഞു. പക്ഷേ കേരള ഗവൺമെന്റ് ആദരിച്ചു. എന്തുകൊണ്ട് ലാൽ സലാം എന്ന് വെച്ചു? നമ്മളെ മലയാളി മൊത്തവും മാനം കെടുത്തിയില്ലേ? ഈ ലാൽ സലാം എന്ന വാക്ക് അത്രപ്പായിട്ട് ഒരു മാനം കെടുത്തുന്ന ഒരു വാക്കാണോ? ലാൽ സലാം ഒന്ന് അദ്ദേഹത്തിന്റെ സിനിമയുടെ പേരാണ്. വേണമെങ്കിൽ ലാലിന് സലാം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. ലാൽ സലാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാതൃഭാഷയല്ല, ഇന്ത്യയുടെ ഒരു പാർട്ടിയുടെ ഭാഷയല്ല ലാൽ സലാം. ലാസ്റ്റിന്റെ ഫുൾ ഫോം പോലും മറന്നുപോയ പാർട്ടിയാണ് മുഖ്യമന്ത്രി. ലാൽസറായി എന്ന പാർട്ടിയുടെ ഞാന് CPM-ന് വേണ്ടി ഒരാൾ മരിച്ചാൽ ആ പട്ട് നോക്കിയിരുന്ന് മാറ്റിയെടുത്ത് ബോഡി മറിയുമ്പോൾ ആ കൊടിയെടുത്ത് ഞാൻ CPM ഉണ്ടാക്കിയ പാർട്ടിയാണ് ശിവദാസൻ. ആ ലാൽസ ഉപയോഗിക്കേണ്ട വാക്ക് ഈ വേദിയിൽ അദ്ദേഹത്തിന് ഒരു ഔദാര്യവും ഇല്ല. ചെങ്കൂട്ട് സാർ എന്റെ കൂട്ടുകാരനാണ്, എന്റെ ഫ്രണ്ട്സാണ്. ശിവദാസൻ ബാലരാമപുരം അവര് വിളിച്ചിട്ട് ഇത്രയും മഹാനടൻ. അതിന് വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ലോക നായകൻ കമൽനാഥ് സാറ് മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് ഈ അവാർഡിനെ പറ്റി. അതിനെപ്പറ്റി ആ അവാർഡിനെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു മാധ്യമങ്ങൾ പോലും അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം 100% ശരിയാണ്. അവിടെ കൊടുത്തു, ഇവിടെ കൊണ്ടുവന്നു. രാഷ്ട്രീയം കളിച്ചാൽ നോക്കിയാൽ നടക്കില്ല. മോഹൻ സാറിന് ഒരു വ്യക്തിത്വമുണ്ട്, അച്ഛനും അമ്മയും പഠിച്ച പാഠമുണ്ട്, ഒരു അഭിമാനമുണ്ട്, ഒരു ദേശസ്നേഹമുണ്ട്, ഒരു മനുഷ്യ സ്നേഹിയാണ്. എന്റെ ലാലേട്ടൻ, എന്റെ ചേട്ടൻ, നമ്മളെ മുത്ത്. അവിടെ വെച്ചിട്ട് ലാൽസ എന്ന് കൊടുത്തത് ആദരിച്ചിട്ട് കേരളത്തിൽ നമ്മളെ പൈസ, എന്റെ അനിയന്റെയും പൈസ ആദരിച്ചത് വ്യക്തമാണ്. ശ്രീ ശിവദാസൻ. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇത്തരം ഒരു വിഷയത്തിലെ ഒരു രാഷ്ട്രീയ വിവാദം അത് കുറച്ചുകൂടി ജാഗ്രത സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകാതെ ഒഴിവാക്കാമായിരുന്നു? നമസ്കാരം. എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ ഈ എന്തിനും കുറ്റം പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരാളൊരു വീട് വെച്ചിട്ട് ഒരു കുറ്റവും പറയാൻ കാണില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ വിളിക്കുന്നു. അവസാനം അയാൾ വീടിന് ചുറ്റുപാടും നടന്ന് നോക്കിയിട്ട് പക്ഷെ ഇത് പൊളിക്കാൻ കുറെ പാടുപെടും എന്ന് കമന്റാണ് അയാൾ പറഞ്ഞത്. എന്നതുപോലുള്ള കുറ്റം പറച്ചിലാണ് ഇവിടെ നടക്കുന്നത്. ലാൽ സലാം എന്ന് പറയുന്നത് മോഹൻലാൽ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മലയാള സിനിമ, മലയാളികളെ ഏറ്റുപിടിച്ച ഒരു സിനിമയായിരുന്നു എന്നുള്ള ബോധം പോലും ഇല്ലാതാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് വർത്തമാനം പറയുന്നത്. മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയുടെ ക്യാപ്ഷനാണ് അവിടെ ഹെഡിങ്, പേരാണ് അവിടെ ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ശ്രീ ഷാജി, വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയൊക്കെ. പക്ഷെ അതിലൊരു ചെറിയ കാര്യമൊക്കെ ഇല്ലേ? അത് വേറെ എത്രയോ സിനിമകളുടെ പേരുണ്ടായിരുന്നു. അത് എടുത്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമയുടെ പേരായതുകൊണ്ടാണ് എടുത്തത് എന്നൊക്കെ കടത്തി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ? എന്തിനും കുറ്റം പറയുന്നവര്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ കുറ്റം പറയുന്നവരാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നാ എന്റെ അഭിപ്രായം. അതാണ് എന്റെ ഒരു വീക്ഷണം. പിന്നെ ഹലോ, ഞാൻ പറഞ്ഞോട്ടെ.
പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ ഈ പിന്നെ ഭൂകമ്പം ആയവർക്കൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞവര് പിന്നെ ജനൻ TV ഒന്ന് മാറി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ വയനാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും എന്ന് മാത്രം അത് മാത്രമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കോൺഗ്രസിന്റെ നേതാവ് തന്നെ ഒരു വനിതാ നേതാവ് തന്നെ ഒന്ന് പറഞ്ഞ് പിന്നെ ഒരു ക്ഷണം മാത്രമാണ് പ്രതിപക്ഷ നേതാവിന് കൊടുത്തതെന്ന്. ഞാൻ അതുവരെ വിചാരിച്ചിരുന്ന അദ്ദേഹത്തെ വിളിച്ചില്ല എന്നുള്ളത്. അപ്പൊ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഇത് PR വർക്കാണെങ്കിൽ എല്ലാം PR വർക്കാണ്. ഈ 5 ലക്ഷത്തിൽ പരം വീട് കൊടുത്തത് PR വർക്കാണ്. അങ്ങനെയല്ല ഒരു പ്രതിപക്ഷ നേതാവിനെ ഒരു ഞാൻ വിചാരിച്ചു വിളിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ വിളിച്ചു എന്നുള്ളത് വ്യക്തമായി. താങ്കൾക്ക് തന്നെ ഒരു ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുമ്പോൾ പങ്കെടുക്കണമെങ്കിൽ വിളിക്കേണ്ട രീതിയും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. അത് ഒരു വിഷയം അങ്ങനെയുണ്ട് കാര്യങ്ങള്. പോട്ടെ, വിളിക്കണമായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു തർക്കത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് തന്നെ പുള്ളിയെ പിന്നെ വിളിക്കണമായിരുന്നു എന്ന് തർക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ അംഗീകരിക്കാം. അപ്പൊ അതോടൊപ്പം തന്നെ പറഞ്ഞോട്ടെ, പിന്നെ ഇത് PR വർക്ക് ആണെങ്കിൽ 5 ലക്ഷം വീട് കൊടുത്തത് PR വർക്കാണ്. അവിടെ വയനാട് ടൗൺഷിപ്പ് ഉൾപ്പെടെ ചെയ്യുന്നത് PR വർക്കാണ്. ഇവിടെ ഡെവലപ്മെന്റ് പലതും സ്കൂളും ഒക്കെ റോഡും എല്ലാം ചെയ്യുന്നത് PR വർക്കാണ്. അതിന് ഇവിടെ കയറി ഒട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശ്രീ ഷാജിയുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, ശ്രീ റഷീദ് പറഞ്ഞോളൂ. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നാണ്. ശ്രീ സൂപ്പി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ സാറേ. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ ചർച്ച ചെയ്ത് ഞാൻ മുമ്പ് സംസാരിച്ചു കഴിഞ്ഞു. ക്ഷമിക്കണം, താങ്കളുടെ ടെലിഫോൺ ബന്ധം അതിൽ തന്നെ കിടന്ന ശ്രീ സുധീഷാണ് തൃശ്ശൂരിൽ നിന്നും. അത് കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. ശ്രീ സുധീഷ്, താങ്കൾ പറഞ്ഞോളൂ. സുധീഷ്, ഞാനിപ്പോ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാറേ, നേരത്തെ ഒരാള് ലാലേട്ടന്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ലായിരുന്നോ? ഇതിപ്പോ രാഷ്ട്രീയപരമായിട്ട് എടുക്കുന്ന ഒരു കാര്യമില്ല. ഞാനൊരു സംഖ്യയോ എന്താ പറയാ കമ്മിയോ കൊങ്ങിയോ ഒന്നല്ല. ഞാനൊരു മനുഷ്യനാണ് ആക്ച്വലി. ഇതിപ്പോ പുള്ളിക്കാരനെ കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കുക. അതിപ്പോ ഭരിക്കുന്ന പാർട്ടി, പുള്ളിയുടെ ഏറ്റവും നല്ലൊരു ഹിറ്റ് ആയിരുന്നു ലാൽ സലാം. അങ്ങനത്തെ ഒരുപാട് പടത്തിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ ഇതില് ലാൽ സലാം എന്ന് പറഞ്ഞാൽ എന്താ സലാം, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഇതിലൊക്കെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ നാസറാണ് അടുത്തത്. ശ്രീ നാസറിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ നാസർ, താങ്കൾ പറഞ്ഞോളൂ, അതിനുശേഷം നമുക്ക് യൂട്യൂബ് കമൻറ്റിലേക്ക് പോവാം. ശ്രീ നാസറിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് യൂട്യൂബ് കമൻറ്റുകൾ വായിക്കാം. ശിവദാസൻ CPM ആയിരുന്നല്ലോ, ഇപ്പോൾ കട്ടക്കലിപ്പിലാണ് എന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ ഷാജി വന്നു, ഇനി രാജനും വരുമോ, ദൈവമേ പേടിയാവുന്നു എന്നൊക്കെ ശശിധരൻ പിള്ള പറയുന്നു. അങ്ങനെ ആളുകളൊക്കെ ആ തരത്തിലൊക്കെ പലതരത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്താണ്. ഓരോരുത്തരും അവരുടെ താല്പര്യത്തിനാണ് പ്രതികരിക്കുന്നത്. എന്തു ചെയ്താലും കോൺഗ്രസും മറ്റുള്ള പാർട്ടിക്കാർക്കെതിരാണ്, അതൊരു രാഷ്ട്രീയമാണ്, വേറൊന്നുമല്ല എന്നാണ് മൊയ്തീൻ കുട്ടി പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ലാലിന് ഒരു ആദരവ് കൊടുത്തപ്പോൾ അതിന് കുറ്റം, ആദരവ് കൊടുത്തില്ലെങ്കിൽ അതും പറഞ്ഞ് വിമർശിച്ചേനെ, കഷ്ടം തന്നെ എന്ന് സന്തോഷ് പരിപ്പൈ ആണ് പറയുന്നത്. ഡോക്ടർ MB മണി പറയുന്നു, ഏത് പരിപാടിയായാലും ഇപ്പോൾ ആൾക്കൂട്ടം വരണമെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ കല വേണം, അത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം കൂടിയാണ്. സാധാരണഗതിയിൽ ഏത് സർക്കാരുകളായാലും ഏത് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ആ സർക്കാരുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നതിനൊപ്പം തന്നെ മഹാഭൂരിപക്ഷം പരിപാടികളിലും ഇത്തരം ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ആളുകളെ കൂട്ടുക, കൂടുതൽ ആളുകളിലേക്ക് എത്തുക, അത് വോട്ടിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. അത് സർക്കാരിനൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ അത്രയും കാലം ചെയ്ത സ്വാഭാവികമായും സർക്കാരുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളൊക്കെ ഞങ്ങൾ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് തന്നെയാണല്ലോ ഓരോരുത്തരും വോട്ടിന് വേണ്ടിയൊക്കെ പോകുന്നത്. അത് സ്വാഭാവികമാണ്. അതൊക്കെ അത്തരം ചർച്ചകളും വിവാദങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. നാസറാണ് മലപ്പുറത്തുനിന്ന്. ശ്രീ നാസർ, താങ്കൾ പറഞ്ഞോളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു ഫൽക്കെ അവാർഡ് എന്നുണ്ടെങ്കിൽ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാദാ സാഹിബിന്റെ പേര് ഉണ്ടാക്കിയ ഒരു അവാർഡാണ്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വളരെ സങ്കടമായിട്ടാ പറഞ്ഞത്. അത് ഒരിക്കലും മോഹൻലാലിനോ മമ്മൂട്ടിക്കോ അല്ലെങ്കിലും ഇതൊന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതെന്ന് പറഞ്ഞാൽ ഫിലിം മേഖലയിൽ ഉണ്ടാക്കിയിട്ട ഒരു ഇതാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ അങ്ങനെ എന്നുണ്ടെങ്കിൽ
ചെമ്മീനെ പോലുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച മധുവിന് പിന്നെ ഒരുപാട് പിന്നെ സത്യൻ അങ്ങനെ ഒരുപാട് പ്രേം നസീർ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഈ കോമഡി ഇതൊക്കെ കൊടുക്കണ ഇത് പറഞ്ഞാല് എനിക്ക് അതിനോട് താല്പര്യമില്ല. അത് രാഷ്ട്രീയം ഏതായാലും വേണ്ടിയില്ല. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ പറയാനുള്ളൊരു ശ്രീ നാസർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇപ്പം നസീറോ സത്യനോ മധുവോ ഒക്കെ പോലെയുള്ളവർ ആരും അർഹരല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അങ്ങനല്ല ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ മോഹൻലാലിനെ പോലെ ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു 10-ൽ താഴെ നടന്മാരെ എടുത്താൽ, അത് എല്ലാ കാലത്തും ഇന്ത്യൻ സിനിമ ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെയുള്ള നടന്മാരുടെ എണ്ണം എടുത്താലും ഒരു 10-ൽ താഴെ നടന്മാരിൽ ഒരാളായി തന്നെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് മോഹൻലാൽ. അങ്ങനെ ഒരു നടന് അവാർഡ് കൊടുക്കുമ്പോൾ മറ്റു 5-6 പേരുടെ പേര് പറഞ്ഞു. അവരാരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, അവരൊക്കെ അവാർഡ് കിട്ടേണ്ടവർ തന്നെയാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട അവാർഡ് നൽകുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും നൽകാൻ കഴിയില്ല. അല്ലെങ്കിൽ അർഹതയുള്ള എല്ലാവർക്കും കിട്ടിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നുമില്ല. പക്ഷെ മോഹൻലാൽ ഇതിന് അർഹനല്ല, അദ്ദേഹം ചില തമാശ പടങ്ങൾ അഭിനയിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാനും കഴിയും. മോഹൻലാല് മമ്മൂട്ടി അങ്ങനെ പോലുള്ള ഇപ്പോഴത്തെ അർഹരല്ല. ഇതിനെ അറിയുന്നുണ്ടെങ്കിൽ ദാദാ സാഹിബ് പുരസ്കാരം ഫസ്റ്റ് കിട്ടിയ, കാരണം അത് പിന്നെ അഭിനഷ്ടം പോലെ, അതായത് നമ്മുടെ കേരളത്തിൽ കിട്ടിയത് അബ്ദുൽ ഗോപാലകൃഷ്ണൻ എന്ന ആള് പിന്നെ സംവിധായകനാണ്. അത് സിനിമ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും ഈ കോമഡി അല്ലെങ്കിൽ ഈ ത്രില്ലിങ് ഇതിന് കണ്ടുകൊണ്ട് മോഹൻലാലിന് ഒരു ആന്റണി വെച്ചപ്പോ ഒരു ഇത് കൊടുത്തോളല്ലോ മേജർ പിന്നെ ഇത്, അങ്ങനെ മമ്മൂട്ടിക്ക് പത്മശ്രീ ഇങ്ങനെ കൊടുത്തു. ഇവിടെ ഈ സത്യന് നമ്മൾ പല കാലങ്ങളിലുള്ള ഇത് ഇതൊന്നും പിന്നെ ഇതാണ്ട് അത് ഒരിക്കലും ഞാനേ ഇരിക്കൂല. എന്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ശരി ശ്രീനാസർ, എന്ന് സ്നേഹത്തോടു കൂടി തന്നെ താങ്കളോട് വിയോജിക്കുകയാണ്. മോഹൻലാലിനെ പോലെ ഒരു നടന് അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഒരു നടൻ, അവരൊക്കെ ഇന്ത്യൻ സിനിമയിലെ മറ്റു ഭാഷകളിലൊക്കെ സിനിമകളുമായി താരതമ്യപ്പെടുത്തിയാൽ മലയാള സിനിമയിലെ ഈ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അഭിനയശേഷിയുടെ കാര്യത്തിൽ ലോകത്തെ ഏത് നടന്മാരെയും ഒപ്പം നിർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരുപിടി മുന്നിൽ നിർത്താൻ കഴിയുന്നവർ തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റ് പല സിനിമകളുടെയും സൂപ്പർ സ്റ്റാറുകളുടെയും ഒക്കെ അഭിനയ നിലവാരവുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ അത്രത്തോളം അഭിനയ തികവിൽ അത്രത്തോളം പ്രതിഭ തെളിയിച്ചവരാണ് എന്നതുകൂടി പറയേണ്ടി വരും. മറ്റാർക്കും അവാർഡ് കിട്ടാത്തതിന് അവരാരും അർഹരല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവർക്ക് മോഹൻലാലിനെ പോലെ ഒരു നടന് അവാർഡ് കിട്ടുമ്പോൾ അതിനെ നമ്മൾ തമാശ നടനാണ്, അതിന് അവാർഡിന് അർഹനല്ല എന്ന് പറയുന്നതിനോട് നമുക്ക് തൽക്കാലം യോജിക്കാൻ നിർവാഹമില്ല. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മൈക്കിൾ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം സാറേ, എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മലയാളിക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ കൊടുത്ത ഒരു ബഹുമതിയാണ്, ഒരു അംഗീകാരമാണ്. ആ അംഗീകാരത്തിന് നമ്മൾ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. സർക്കാർ കൊടുക്കുന്ന ഒരു അംഗീകാരം വളരെ നല്ലതാണ്. സർക്കാർ ആലോചിച്ചൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ. നമുക്ക് 100 കൂട്ടം അഭിപ്രായങ്ങൾ കാണും. ആ അഭിപ്രായങ്ങളെല്ലാം അതുപോലെ നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ നടക്കണമെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഒരു നല്ല അംഗീകാരമാണ് മോഹൻലാലിന് കൊടുത്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജേന്ദ്രനാണ് ആലപ്പുഴയിൽ നിന്നും. അദ്ദേഹത്തോട് പോകുമ്പോൾ നമുക്ക് ചില കമൻറ്റുകൾ കൂടി വായിക്കണം. ശ്രീ പ്രദീപ് കുമാറാണ്, ന്യൂയോർക്കിൽ നിന്ന് പ്രദീപ് കുമാറാണ്. ബഹുമാനപ്പെട്ട കിരൺ മുഹമ്മദ് മഞ്ചേരി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ന്യൂയോർക്കിൽ നിന്ന് വിളിച്ച പ്രദീപ് എന്ന് പറഞ്ഞവന് ഒരു വിവരവുമില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ആശയത്തോട് നിങ്ങൾക്ക് എതിർക്കാം. അങ്ങനെ പറഞ്ഞു ശ്രീ പ്രദീപ്. അങ്ങനെ വിവരമില്ല എന്ന് പറഞ്ഞു എങ്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും പ്രദീപ് പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നു. ഒരാളിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിക്കാം, പ്രദീപിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എത്ര ശക്തമായി വേണമെങ്കിലും വിയോജിക്കാം. പക്ഷേ അയാൾക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്ന്, പ്രദീപ് അല്ല ആരായാലും അവർക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്നൊന്നും മറ്റൊരാൾ അളക്കാനും പറയാനും ആളുകളല്ല. നമ്മളത് അങ്ങനെ പറയാതിരിക്കുക. അയാളുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എത്ര ശക്തമായും വിയോജിക്കാം. ഞാനെന്തായാലും അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല. ചില സമയത്തൊക്കെ ഈ വരുന്ന സംഭാഷണം അടുത്ത ആളുടെ പേര് ചിലപ്പോൾ നമ്മുടെ ചെവിയിലേക്ക് പറയുന്ന സമയത്തായിരിക്കും ഒക്കെ ചില വാചകങ്ങളും വാക്കുകളും ഒക്കെ വിട്ടുപോകാറുണ്ട്. എന്തായാലും അതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും താങ്കളുടെ വാദത്തെ അംഗീകരിക്കുന്നു എന്നതുകൂടി അറിയിക്കുകയാണ്. ശ്രീ രാജേന്ദ്രൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട് സാറേ. ലോകം കണ്ട നടന്മാരിൽ മഹാനായ ഒരു നടനാണ് മോഹൻലാൽ. അദ്ദേഹത്തിന് ഇന്ത്യയിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു അവാർഡാണ്. അതിന് കേരള സർക്കാർ ആദരിച്ചതിൽ ഞാൻ അംഗീകരിക്കുന്നു, നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷെ മോഹൻലാലിനെ എല്ലാ കൊച്ചു കുട്ടികൾക്കും അവരോട് അറിയാം. അപ്പോൾ അതിൻ്റെതായ അംഗീകാരം കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇതുപോലെ തന്നെ വേറൊരു വ്യക്തിക്കൊരു അംഗീകാരം കിട്ടിയിട്ട് നമ്മൾ ഒരു ആദരവ് ഉണ്ടായത് അറിയാവോ സാറിന്? ഒളിമ്പിക്സ് ചാമ്പ്യനായി വന്ന വിരമിച്ച ശ്രീജേഷിന് അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാമായിരുന്നു. പക്ഷെ ഇതെല്ലാം രാഷ്ട്രീയപരമായി മുതലാക്കാൻ വേണ്ടിയുള്ള ഒരു ഗിമിക്ക് മാത്രമാണ് ഇതൊക്കെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു PR എക്സർസൈസ് ആണ്
ഇത് ബോധപൂർവമായി മോഹൻലാലിന് കിട്ടിയ അവാർഡ് ഒരു വോട്ടിന് വേണ്ടി ബോധപൂർവം ചെയ്തതാണ്, അങ്ങനെയാണ്, അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ അടക്കം വേണ്ട രീതിയിൽ ക്ഷണിച്ച് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായ ഒരു സദസ്സ്, എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഉൾപ്പെടുത്തിയ ഒരു സദസ്സ് അവിടെ വേദി ഉണ്ടാവാതിരുന്നത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അങ്ങനെയല്ല, മോഹൻലാലിനെ പോലെ ഒരു നടന് അവാർഡ് കിട്ടുമ്പോൾ അത് മലയാളത്തിനാകെ സന്തോഷവും അഭിമാനവും ഒക്കെ നിറയുന്ന ഒന്നാണ്. അങ്ങനെ ഒരു സമയത്ത് ഇത്തരം ഒരു അവാർഡ് സംഘടിപ്പിക്കേണ്ടത് അതിന് പ്രൗഢോജ്വലമായി തന്നെ സംഘടിപ്പിക്കുകയാണ് ചെയ്താൽ മറ്റ് ഉദ്ദേശങ്ങൾ കാണേണ്ടതില്ല എന്ന് പറഞ്ഞവരും സ്വാഭാവികമാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് വോട്ടുകൂടി ലക്ഷ്യം, ഏത് പാർട്ടിയും അങ്ങനെയൊക്കെ ലക്ഷ്യം വെക്കും, അതിലൊരു തെറ്റില്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞവരും ഒക്കെ ഉണ്ട്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.